ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിക്കുകയാണെന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ അണ്ണാനഗറിലുള്ള സന്തോഷ് സൂപ്പർ സ്റ്റോറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കിച്ചണിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്ന 1-2 ഐറ്റംസ് മേടിക്കാനാണ് കേട്ടോ വന്നത്. എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നെ ഈ ഒരു ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങളാണെങ്കിലും ഒക്കെ എല്ലാം നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നത് അണ്ണാനഗറിലുള്ള മിക്കവാറും ആളുകൾ ഈ ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ വന്ന് ഷോപ്പിംഗ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ശരവണ സ്റ്റോറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത്. പിന്നെ വീട്ടിൽ വന്ന് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ട് ബ്ലെൻഡർ വേണമായിരുന്നു കേട്ടോ. അതായത് ജ്യൂസർ ഇല്ലേ, ആ സംഭവം. അപ്പോൾ നമ്മൾ ജ്യൂസറായിട്ടല്ല എടുത്തിട്ടുള്ളത്, ബ്ലെൻഡറായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വണ്ടർ ഷെഫിൻ്റെ കമ്പനിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് ഒരു ചോപ്പർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കെറ്റിൽ മേടിക്കണമായിരുന്നു, അതും മേടിച്ചു. നമ്മുടെ ബ്ലെൻഡറിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ചോപ്പറാണ്. ഇതും വണ്ടർ ഷെഫിൻ്റെ തന്നെ കമ്പനിയുടേതാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി കേട്ടോ വിചാരിക്കുന്നു. ഞാൻ മീഷോയിൽ നിന്ന് ഒരു ചോപ്പർ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ത്രെഡ് ഇങ്ങനെ പൊട്ടിപ്പോയിട്ട് പിന്നെ ഞാൻ കുറേ നാളായിട്ട് ചോപ്പർ യൂസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശരിക്കും ഞാനിത് മറന്നിരിക്കുന്ന കാര്യമായിരുന്നേ. പക്ഷേ എനിക്ക് ഫ്രീ കിട്ടിയപ്പോഴത്തേക്കാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, അയ്യോ നമുക്കിത് ആവശ്യമുള്ള സാധനമാണല്ലോ എന്ന്. പിന്നെ അവിടെ ഇതുപോലെ 1-2 സാധനങ്ങൾ ഇങ്ങനെ ഓഫറിന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അതൊന്നും എടുത്തിട്ടില്ല. അയൺ ബോക്സ് ഒക്കെ ഓഫറിന് പോകുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റീൽ കെറ്റിലും അതുപോലെ അയൺ ബോക്സും കൂടെ ചേർന്നിട്ട് 1300 റുപ്പീസിന് അങ്ങനെയാണ്. അതൊരു ഓഫറായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അത് മേടിച്ചില്ല. ഞങ്ങൾക്ക് അല്ലാതെയുള്ള കെറ്റിൽ മതിയായിരുന്നു. കാരണം നമുക്ക് അയൺ ബോക്സ് ഓൾറെഡി വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ബ്ലെൻഡറിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു റെസിപ്പി ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ അധികം ഹെൽത്തി റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഷെഫ് ചെയ്തേക്കുന്ന കണ്ടുപിടിച്ചിട്ടുള്ള കുറേ ഇതാണ് കേട്ടോ. അതിൽ 1-2 ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വഴിയെ വീഡിയോസിലൊക്കെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു മോഡലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. വയലറ്റ് കളറിലുള്ളതാണ് കേട്ടോ എടുത്തത്. ആദ്യം ഞാൻ ബ്ലാക്കാണ് എടുക്കാനായിട്ട് പോയത്. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഈ ഒരു വയലറ്റിൻ്റെത് എടുക്കാമെന്ന്. പിന്നെയാണ് ഞാൻ ഓർത്തപ്പോഴത്തേക്ക് നമ്മുടെ കിച്ചണിലിരിക്കുന്ന ആ ഒരു നമ്മുടെ മിക്സി ഉണ്ടല്ലോ, മിക്സിയും ഇതേ സെയിം കളറാണ്. അപ്പോൾ അതേ കളറിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ ബ്ലെൻഡറിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ജാറുള്ളതും ഉണ്ട്, 3 ജാറുള്ളതും ഉണ്ട്. ഞങ്ങളിപ്പോൾ 2 ജാറുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 ജാറായിട്ട് പിന്നെ 1 സിപ്പറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ജ്യൂസൊക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ അതുപോലെ ഇഡ്ഡലി പൗഡർ, അങ്ങനെ നമുക്ക് ചട്നി ഇതൊക്കെ അരയ്ക്കുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഫൈൻ പേസ്റ്റായിട്ട് നമ്മുടെ മിക്സിയിൽ അരയ്ക്കുന്നേക്കാളും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ നമുക്കിത് മെയിനായിട്ട് യൂസ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്ക ദിവസങ്ങളിലും ജ്യൂസ് അടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് ഈ കുക്കുംബർ ജ്യൂസൊക്കെ അരച്ചപ്പോൾ നമ്മുടെ മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്ന കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് 1-2 വ്ളോഗിൽ ഇത് പറയുകയും ചെയ്തായിരുന്നു നിങ്ങളോട്. ഏറ്റവും നല്ലൊരു കമ്പനി നോക്കി എടുക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ സന്തോഷ് സൂപ്പർ സ്റ്റോറിൽ പോയത്. 2-3 കടകളിൽ കയറിയെങ്കിലും എനിക്ക് ഇവിടുത്തതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ഇരിക്കുന്ന ഈ ഒരു സംഭവം, ഇത് സിപ്പറാണ്. സിപ്പറിൽ തന്നെ നമുക്ക് ബ്ലെൻഡറിൻ്റെ ജാറ് യൂസ് ചെയ്തിട്ട് ജാറായിട്ടും യൂസ് ചെയ്യാം. അതേസമയം തന്നെ ജ്യൂസൊക്കെ അരച്ചിട്ട് നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സിപ്പറായിട്ട് സിപ്പ് ചെയ്ത് കുടിക്കുന്ന പോലെയും യൂസ് ചെയ്യാം. പിന്നെ ഹോൾസ് ഉള്ള ഒരു അടപ്പ് വരുന്നത് നമ്മൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് അരിച്ചെടുക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇല്ല, നിങ്ങൾക്ക് ലോങ് ട്രാവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജ്യൂസൊക്കെ കൊണ്ടുപോകണം, രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സിന് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, ഈ ഒരു ബ്ലൂ കളർ അടപ്പ് കണ്ടോ, ഹോൾസ് ഇല്ലാത്തത്, അത് വെച്ച് അടച്ചിട്ട് ടൈറ്റായിട്ട് അടച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. നല്ല ഹാൻഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2600 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ജാറും ഒരു സിപ്പറുമാണ് വരുന്നത്. സിപ്പറും നമുക്ക് ജാറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 3 ജാറാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്.
പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ നമ്മുടെ കെറ്റിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ കളറ്. അപ്പോൾ ഇതൊരു മെറ്റൽ ടൈപ്പിലുള്ളതാണ്. ഇതും നമ്മുടെ വണ്ടർ ഷെഫ് കമ്പനിയുടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. കുറച്ച് റേറ്റ് അധികമാണ്, 1300 രൂപയാണ്. സ്റ്റീലിലുള്ള കെറ്റിലുണ്ടായിരുന്നു കേട്ടോ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ. പക്ഷേ അതാണെങ്കിൽ 600-700 റുപ്പീസാണ്. പക്ഷേ എൻ്റെ അടുത്ത് മുന്നേയും ഈ കെറ്റിലുണ്ടായിരുന്നു സ്റ്റീലിൻ്റെ. അപ്പോൾ 2 വർഷം മുന്നേ ഞങ്ങൾ മേടിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അതാണെങ്കിൽ ഈ അടിഭാഗം കണ്ടോ, അതായത് ഇതിൻ്റെ കണക്ഷൻ വയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ബേസില്ലേ, അതിൻ്റെ അടിഭാഗത്ത് ഞാൻ കഴുകിയ സമയത്ത് വെള്ളം വീണായിരുന്നേ. അങ്ങനെ അത് കേടായി പോയതാണ്. അപ്പോൾ എനിക്ക് കെറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് കേടാവുന്ന ഇതുകൊണ്ടാണെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിലൊരു 5ാമത്തെ കെറ്റിലാണ് ഞാൻ മേടിക്കുന്നത്. എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ബേസിൻ്റെ അടിഭാഗത്ത് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകുമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളോട് അയാൾ പറഞ്ഞാണ് പ്രത്യേകം തന്നു വിട്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ കിച്ചൺ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചേട്ടോ. എനിക്കാണെങ്കിൽ എന്ത് സാധനം കടയിൽ നിന്ന് കിച്ചണിലേക്ക് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും അപ്പം തന്നെ അത് ഒതുക്കി വെക്കണം. പ്രത്യേകിച്ച് കൗണ്ടർ ടോപ്പ് ഒന്ന് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നവരെ എനിക്കൊരു സമാധാനം കാണത്തില്ലേ. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആഗ്രഹിച്ച് മേടിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ കിച്ചണിലുള്ളതെന്ന് മാത്രമല്ല വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു സാധനവും അനാവശ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല. വീട്ടിൽ ഉപയോഗം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത്രയ്ക്കും നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കാത്തിരുന്ന് നമ്മൾ മേടിച്ചെടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ഇത് നമ്മുടെ കൂടെ അത് കാണുകയും ചെയ്യും. അനാവശ്യമായിട്ടൊന്നും തന്നെ നശിപ്പിച്ച് കളയുന്നതിനോടൊന്നും എനിക്കൊട്ടും താല്പര്യമില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഈ കെറ്റിലും ബ്ലെൻഡറും ഒക്കെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന കുറച്ച് സാധനങ്ങളെ തന്നെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്ത് കോളിനൊക്കെ ഒന്ന് യൂസ് ചെയ്ത് സ്പ്രേ ചെയ്ത് നീറ്റാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടും എനിക്ക് ശരിയാവുന്നില്ലേ. അപ്പം എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല കേട്ടോ. എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉള്ളതുപോലെ എനിക്ക് കിച്ചൺ കാണാനായിട്ടൊരു ഭംഗി തോന്നുന്നേ ഇല്ല. കാരണം നമ്മുടെ കൗണ്ടർ ടോപ്പ് ചെറുതാണ്, സ്പേസ് വീതി ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെക്കാനും എനിക്ക് അത്രയും താല്പര്യമില്ല കേട്ടോ. ഇനി ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നു, ഇതുപോലെ ബ്ലെൻഡർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് അയാൾ അവിടെ നിന്ന് ചെക്ക് ചെയ്താണ് തന്നതൊക്കെ. പക്ഷെ എന്നാലും ഒന്നും കൂടി നമ്മളൊന്ന് നോക്കാമെന്ന് കരുതിയിട്ടാ. ഇതിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടി കാർഡും എല്ലാം നമ്മുടെ ആ ഒരു ബോക്സിനകത്ത് തന്നെയുണ്ട്. 2 വർഷത്തെ വാറണ്ടിയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന്. വേറൊന്നും അല്ല കേട്ടോ, ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡില്ലേ അത് അവിടെ ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെറ്റിലൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്. നമ്മുടെ ഒരു പ്ലേറ്റ് സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സ്പേസ് വളരെ കുറച്ച് തോന്നിയത്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അപ്പോഴും എനിക്ക് ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ പല രീതിയിലും വെച്ച് നോക്കിയെങ്കിലും ഒട്ടും സ്പേസ് കിട്ടുന്നേ ഇല്ല. അങ്ങനെയാണ് ഞാൻ പിന്നീട് ലാസ്റ്റ് ഫൈനലായിട്ട് എനിക്കൊരു ഐഡിയ തോന്നി. ഇത് കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു വലിയ ഷെൽഫല്ലേ നമ്മുടെ കിച്ചണിലെ അവിടെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ സ്പേസും ഉണ്ട്. അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ സ്പേസ് ഇനി ഒരുപാട് കിട്ടുകയും ചെയ്യും. ഇനി ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസല്ല, സ്മൂത്തിയാണ്, ബനാന സ്മൂത്തിയാണ് കേട്ടോ അടിക്കുന്നത്. ആമി സ്കൂൾ വിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അവളോട് കുളിച്ചിട്ടൊക്കെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെറുപഴം ഇരിപ്പുണ്ടായിരുന്നു, ചെറുപഴവും കുറച്ച് നട്ട്സ് പൗഡറുമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. നട്ട്സ് പൗഡർ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതിവിടെ നമുക്ക് ഹോം മെയ്ഡായിട്ടും ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ ഹോം മെയ്ഡായിട്ട് ചെയ്ത് വെക്കാറില്ല, കടയിൽ നിന്ന് എപ്പോഴും ഒന്നും മേടിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെയാണ് ഇത് മേടിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് പാലും ആ പഴങ്ങളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മോൾക്കായതുകൊണ്ടാണ് ഷുഗർ ചേർത്തത്, നമുക്കാണെന്നുണ്ടെങ്കിൽ ചേർക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ തലകീഴായിട്ട് വെച്ചിട്ടാണിത് പ്രവർത്തിപ്പിക്കേണ്ടത്. സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അതൊന്ന് ലോക്ക്ഡ് ആവും.
എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ വിശ്വസിച്ചതേ ഇല്ല കേട്ടോ അവർ പറഞ്ഞപ്പോൾ. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നത് പ്രവർത്തിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ശരിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടി. പിന്നെ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഫൈൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ സ്മൂത്തി ഒക്കെ അരയ്ക്കുമ്പോഴും ഒക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലാണെങ്കിൽ നന്നായിട്ട് കട്ട കെട്ടി കിടക്കുകയും ചെയ്യും. എത്ര നേരം ഇട്ട് അരച്ചാലും അത് പോകത്തുമില്ല കേട്ടോ. പക്ഷേ ഇതിൽ കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് എനിക്കും ഹസ്ബൻഡിനും വേണ്ടി കുക്കുംബർ ജ്യൂസാണ് അരയ്ക്കുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ നെല്ലിക്കയുടെ പീസസൊക്കെ അങ്ങനെ തന്നെ കിടക്കുവേ. അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് എനിക്കും ഹസ്ബൻഡിനും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. നെല്ലിക്കയും പുതിനയിലയും ഒരു തുണ്ട് ഇഞ്ചിയും പിന്നെ വെള്ളരിക്കയും എല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു 5-6 സെക്കൻഡ് അരച്ചപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെയിൽ കാലമാണ്. ഈ സമ്മർ സമയത്ത് നമുക്കിനിയിപ്പോൾ ജ്യൂസസൊക്കെ ഒരുപാട് കുടിക്കേണ്ടിയൊക്കെ വരുമല്ലോ. ഞങ്ങളല്ലെങ്കിലും പൊതുവേ ജ്യൂസ് കുടിക്കാറുണ്ട്. ഡെയിലി എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാറുണ്ട് കേട്ടോ. ആമിക്കുമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ബ്ലെൻഡർ മേടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടർ ഷെഫിൻ്റെ ന്യൂട്രി ബ്ലെൻഡ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ. ഇതെടുത്താൽ മതി. നല്ല സ്പേസ് സേവിങ്ങും ആണ്. അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. 2600 റുപ്പീസിന് ഇത് വർത്താണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം 3 ജാറ് നമുക്ക് കിട്ടുന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വീണ്ടും അതെല്ലാം എടുത്ത് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും പച്ചക്കപ്പലണ്ടി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുക്കറിലാണിത് വേവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകി അതിൻ്റെ മണ്ണൊക്കെ കുറേ തവണ ഒന്ന് കഴുകി വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാം. ഞാനിപ്പോൾ കുറച്ച് അത് മേലെ നിൽക്കുന്ന രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, കുറച്ച് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇതിൽ ഉള്ളിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ. ഒരു 5 വിസിൽ കേൾപ്പിക്കണം. 5 വിസിലിൻ്റെ ആവശ്യമില്ല കേട്ടോ, 3 വിസിൽ മതി. 5 വിസിൽ കേൾപ്പിക്കുന്നത് കപ്പലണ്ടി നന്നായിട്ട് വെന്ത് നല്ല മയത്തിന് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആമി ഇപ്പോൾ ട്യൂഷന് പോയേക്കാണ്. ട്യൂഷന് പോയിട്ട് വരുമ്പോഴത്തേക്കും അവൾക്കിത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണിത് വേവിച്ചത്. പക്ഷെ അവളാണെങ്കിൽ കഴിച്ചിട്ടില്ല, അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഞാനും ഹസ്ബൻഡും കഴിച്ചത് കേട്ടോ. എന്നെക്കാളും ഹസ്ബൻഡാണ് കൂടുതലും കഴിച്ചത്. കാരണം പുള്ളിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 5 വിസിൽ കേട്ടപ്പോഴത്തേക്കും കണ്ടോ നല്ല ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ആമിയുടെ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ആയിരുന്നു കേട്ടോ. ഗ്രാജുവേഷൻ ഡേ പ്രോഗ്രാമും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോട്ടയം കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ മുഖപ്പേരിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. സ്വിഗ്ഗിയിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നേരിട്ട് വന്നിരുന്ന് കഴിക്കുകയും ചെയ്യാം. ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ ഓണത്തിനോ വിഷുവിനോ മറ്റോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിനാണെന്ന് തോന്നുന്നു ഇവിടെ വന്നിരുന്നാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ സാധാരണ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഞാൻ രാവിലെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെയാണ് പോയത്. രാവിലെ 8 മണിക്കായിരുന്നു ആമിയുടെ സ്കൂളിൽ പ്രോഗ്രാം കേട്ടോ. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മലയാളീസ് നടത്തുന്ന ഹോട്ടലാണ്. നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർ നടത്തുന്നതല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇവിടുത്തെ ടേസ്റ്റ്. നമ്മുടെ ചെന്നൈയിലെ റൈസും കിട്ടും, നാട്ടിലത്തെ റൈസും കിട്ടും. പിന്നെ പഴംപൊരിയും ബീഫും കപ്പ ഉടച്ചത്, കപ്പ പുഴുങ്ങിയത്, മത്തിക്കറി, അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. നാട്ടിലത്തെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. മുഖപ്പേരിലാണ് കേട്ടോ ഇത് കോട്ടയം കഫേ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഭക്ഷണം. ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് റെഡ് മൂൺ ഉണ്ടായിരുന്നത്. 3 ദിവസം കണ്ടായിരുന്നല്ലോ റെഡ് മൂൺ. ഞങ്ങളും ഇന്നത്തെ ദിവസം കണ്ടു കേട്ടോ. ഇത് ലാസ്റ്റ് ഡേ ആണ്, റെഡ് മൂൺ വന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ ഈവനിങ് ആയപ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ മറ്റൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. സൺഡേ ഈവനിങ് ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഞങ്ങളെയും കൊണ്ട് കോറ ഫുഡ് സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അണ്ണാനഗറിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ കോറ ഫുഡ് സ്ട്രീറ്റ് ആണ് ഇത്. ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഫുഡിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ഇഷ്ടം പോലെ വെറൈറ്റീസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് ഇവിടെ നിന്ന് ഡിന്നർ കഴിക്കാം. കാരണം ഞങ്ങൾ വീക്കെൻഡ്സിലാണ് കേട്ടോ പുറത്ത് പോകുന്നത്. പിന്നെ ഇവിടെ തന്നെ 2 മലയാളി കടകളുണ്ട്, കേരള എക്സ്പ്രസ്സും പിന്നെ പദം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മലയാളം ബോർഡൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് ഇവിടെയാണ് കൊണ്ടുവന്നത്. ഞങ്ങളിതിപ്പോൾ 2ാമത്തെ ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ കഴിക്കാനായിട്ട്. ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ടാണ് കഴിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വേറുള്ള സംഭവങ്ങളാണ് ട്രൈ ചെയ്തത്. ഇത്തവണ ഞങ്ങൾ അന്ന് കഴിച്ച സാധനങ്ങളൊന്നും അല്ല കേട്ടോ ട്രൈ ചെയ്തത്. ഇഷ്ടംപോലെ കോണ്ടിനെൻ്റൽ ഫുഡും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും ആഹാരം ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ മലേഷ്യൻ സ്പെഷ്യലായിട്ടുള്ളൊരു ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ആ ദോശ. ഇത് മട്ടൻ ദോശയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദാമാവാണ്. മൈദാമാവിൽ ദോശ പോലെ ആക്കിയിട്ട് സെൻറ്ററിൽ മട്ടൻ പീര പോലെ കീമ പോലെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തേക്കുന്ന സംഭവമാണ് കേട്ടോ. സോസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് വ്യത്യസ്തമായ രുചികളിലുള്ള ഭക്ഷണം ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇടിയപ്പവും മട്ടൻ പായയാണ് കഴിച്ചത്. ശരിക്കും നമ്മൾ ഉച്ചയ്ക്ക് നേരെ ലഞ്ച് കഴിച്ചില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ചിക്കനും എഗ്ഗും എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു ജാപ്പനീസ് നൂഡിൽസാണ്. ഞാൻ നൂഡിൽസ് കഴിക്കത്തേ ഇല്ല കേട്ടോ. അച്ഛനും മോളുമാണ് അത് കഴിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഫിഷ് മേടിച്ച് തരാനായിട്ട്. അങ്ങനെ തന്നെ എന്താണ് ഈ മീനിൻ്റെ പേരെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു മീൻ മേടിച്ചായിരുന്നു. എല്ലാം ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും കുനാഫ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ വർഷങ്ങളായിട്ട്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പേ ഞാനിത് ആമി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ചെന്നൈയിൽ കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ കുനാഫ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങൾ ക്ലാസിക്കാണ് എടുത്തത്. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നല്ലൊരു സ്വീറ്റാണ് കേട്ടോ ഇത്. നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഡെസേർട്ടും പുഡിങ്ങൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാനാണത് ആഗ്രഹിച്ചതെങ്കിലും ഹസ്ബൻഡ് എന്നോട് ചോദിക്കുകയും ചെയ്തത് എങ്ങനെയാണ് ഈ സംഭവം ഞാൻ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. കുനാഫയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കടയാണ് കേട്ടോ അത്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം എൻ്റെ കുനാഫയൊക്കെ ഒന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്നും നമ്മൾ വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് കേട്ടോ. അങ്ങനെ വന്നതാണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.